ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ചെറായി ഗൗരീശ്വരൻ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടാണ്. നിങ്ങൾ പോയിട്ടുണ്ട്? ഈ ആനയൂട്ടിന് പോയിട്ടുണ്ടോ? ഞാൻ പറവൂർക്കാരനാണെങ്കിലും ഈ ആനയൂട്ടിന് ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. ഞാൻ പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പൊതുവെ പോകാത്ത ഒരാളാണ്. ഇന്നലെ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടാ നാളെ ആനയൂട്ടാണ് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ എന്തായാലും പോകാൻ തീരുമാനിച്ചു. പക്ഷേ എഴുന്നേറ്റപ്പൊക്കെ കുറച്ച് വൈകിപ്പോയി. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്, ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആന വന്ന് നിൽക്കുന്നു. ആളുകളൊക്കെ രാവിലെ മുതൽ എത്തി തുടങ്ങും. ആനപ്രേമികളാണ് ഇതിൽ കൂടുതലും അവിടെ വരുന്നത്. ആനയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ആനേനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന ആന ആണെന്ന് പറയാൻ അറിയാവുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് പറയുന്ന ആളുകൾ ഉണ്ട് നമുക്ക്. ഇപ്പം ഞാൻ അവിടെ വേറെ പാട്ട് വെച്ചിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ നേരെ വോയിസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇടാത്തത്. എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ കൊടുക്കുന്നത് കാണാം. നീ കണ്ടോ, അവിടെ ആൾക്കാർ നിന്ന് കൊടുക്കുന്നുണ്ട്. കണ്ട അപ്പം ഇങ്ങനെയുള്ള എന്താ പറയുക, ഇത് നമ്മൾക്ക് ആനപ്രേമികളല്ലാത്ത ആളുകൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇന്ന ഇതിലൊക്കെ എന്താണ് ഇത്ര വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ തോന്നുമെങ്കിലും, പക്ഷേ ഇത് ഒരുപാട് ആളുകൾ ദൂരെ നിന്ന് പോലും ഒരുപാട് ആളുകൾ വന്ന് ഇത് കാണുന്നുണ്ട്. പിന്നെ ഈ ഇതിൽ പിടിയാനകളൊക്കെ ഉണ്ട് കേട്ടോ. പിടിയാനകൾ ഇവിടെ ദേവി അമ്പലത്തിലൊക്കെ ഉള്ള ആനകൾ, പിടിയാനകൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഏതോ ഒരു ആനയുടെ ഒരു കൊമ്പ് ഊരിപ്പോയൊരു ആനയുണ്ട്. കൊമ്പ് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അങ്ങനെയൊക്കെ എന്നിട്ട് ഇത് ആനയൂട്ടൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ആന വന്നിട്ട് ഇങ്ങനെ ഭഗവാനെ നമസ്കരിക്കണ ഒരു സംഭവമാണത്. നോക്കിയേ, നോക്കിയേ, അടിപൊളിയല്ലേ? കണ്ട, നമസ്കരിച്ച് വണങ്ങിയിട്ട് എല്ലാ ആനകളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. വണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ റോളൊന്നുമില്ല, തിരിച്ചു പോകാം. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളും അങ്ങനെ മീഡിയകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. ഞാനിങ്ങനെ എന്താ പറയുക, അത്യാവശ്യം കുറച്ച് ക്ലിപ്പുകൾ മാത്രം ഇങ്ങനെ എടുത്ത് വച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ കൂടി, നമ്മുടെ കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൽ കൂടി ഇതെല്ലാവരും ഒന്ന് കാണിക്കാം. എന്താണ് മുടങ്ങിക്കിടന്നിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് തന്നെ ആവട്ടെ ഒരു തുടക്കം. അല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആനകൾ വരുന്നു, മടങ്ങി പോകുന്നു. ഇഷ്ടംപോലെ ആളുകളുണ്ട്. കണ്ടോ, ആളുകൾ വന്നിട്ടുണ്ട്. ഇതും ഭഗവാനെ വണങ്ങുന്നത് കാണാം. ഇത് മുട്ട് താഴെയാണ് ചെയ്യുന്നത്. മറ്റേതുപോലെ തുമ്പിക്കൈ പൊക്കിയല്ല വണങ്ങുന്നത്. താഴെ ഇങ്ങനെ താഴ്ന്ന് അതും തുമ്പിക്കൈ പൊക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അത് കഴിഞ്ഞ് ഓരോന്നോരോന്ന് മടങ്ങുന്നു. അടുത്ത ആന വരുന്നു. അപ്പോൾ ഇനി പറവൂരുള്ളവരും പറവൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവരും ഒക്കെ ഈ ഒരു ചടങ്ങുണ്ട്. അവിടെ നിൽക്കുന്ന ഓൺലൈൻ മീഡിയക്കാർ നോക്കി എന്തോരം ആളുകളാണെന്ന് നോക്കിയേ. എന്താ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഇത് കാണാത്ത ആളുകൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ ഇതിൽ കൂടി ഇത് കാണാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ആനയൂട്ട് ഉണ്ടാവുമ്പോൾ എല്ലാവരും വന്ന് നേരിട്ടതൊന്ന് കാണുക. ഓക്കെ, വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് എന്താ പറയുക, ഈ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോലും ഒരുപാട് ദൂരത്ത് ഒരു വഴിയുടെ അരുവത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു വരെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യം ഈ ആനയൂട്ടിന് വന്ന് ഇതൊക്കെ ചടങ്ങൊരു 7 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. 7 മണിയാകുമ്പോഴേക്കും ആനകളൊക്കെ വന്നിങ്ങനെ നിരന്ന് നിന്ന്
സംഭവങ്ങളൊക്കെ തുടങ്ങും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ആന വണങ്ങുന്നു, എല്ലാ ആനകളും വന്ന് വണങ്ങുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് പാപ്പാൻ നിർദ്ദേശമൊന്നും കൊടുക്കുന്നില്ല. വന്ന് നിന്നിട്ട് വന്നിട്ട് തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി ഭഗവാനെ നമസ്കരിച്ചിട്ട് തിരിച്ചു വീണം, അല്ലാണ്ട് പൊക്കാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ തലപ്പൊക്ക മത്സരം നടക്കുന്ന ഒരു സംഭവവും എന്താ പറയുക, ഭയങ്കര വലിയ ഒരു ചടങ്ങാണ് ഇവിടെ. ഇതൊരു പിടിയാനയാണ്, 2 പിടിയാനുണ്ടോ. ഈ ആന ഇത്തിരി പ്രശ്നമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കൂച്ചുവലങ്ങ് കിട്ടാനുണ്ട്, കൊണ്ടുപോകണുണ്ട്, കൂച്ചുവലങ്ങ് കിട്ടാൻ കൊണ്ടുപോകുന്നത് ഇത്തിരി പ്രശ്നം. അവിടെ ഈ വോയിസ് നമ്മൾ ഒറിജിനൽ വോയിസ് ഓപ്പൺ ചെയ്യണ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റിയാണ്. പക്ഷേ പാട്ട് അവിടെ അടുത്താന അല്ല തലയൊക്കെ പൊക്കി പിടിച്ചിട്ടിങ്ങനെ വണങ്ങുന്ന ഒരു കാഴ്ച. അപ്പോൾ എല്ലാ ആനപ്രേമികൾക്കും എന്താണ് അടുത്ത ഈ ഇതിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇവിടെ തലപ്പൊക്ക മത്സരം ഉണ്ടാവും, അതും ഒരു വലിയ സംഭവമാണ്. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഈ തലപ്പൊക്ക മത്സരം കാണാനായിട്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാളായി തോന്നണം തലപ്പൊക്ക മത്സരം കാണാൻ പോയതേ. അത് ഇത്രയും സമയമൊന്നും ഉണ്ടാവില്ല, അത് 2 ആന വന്ന് നിൽക്കും. പാപ്പന്മാരൊന്നും ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു, നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. തനിയെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇത്ര സമയമായിട്ട് നിൽക്കണം എന്ന് തോന്നുന്നു. ഇത് മൊത്തം എന്തോ 15 ആനയോ 16 ആനയായിട്ട് ആണ് ഉണ്ടായത്. ഈ 13 എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. 15 ആന 16 ആന ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എനിക്ക് പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വൈകിയല്ലോ വന്നപ്പോൾ, അപ്പോൾ തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് എന്താ പറയുക, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, റിലേറ്റീവിൻ്റെ വീടുണ്ട് എൻ്റെ പുറകുവശത്ത്. അവിടെ പോയി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും കുറച്ച് വൈകിയാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ചെറായി ഗൗരീശ്വര അമ്പലത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും ഇത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ കുട്ടന്തുരുത്ത് ക്രിയേഷൻസിനെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ക്ലിപ്പുകൾ തന്നെയാണിത്. ആ ഒരു പെട്ടിയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വേലി മറ്റേ പൈപ്പ് ഇട്ടിട്ട് തിരിച്ചേക്കാണ് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ എല്ലാ ആനകൾക്കും കൊണ്ട് പട്ടയും അതൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. എല്ലാവർക്കും ഇത് ഈ ആനപ്രേമികൾക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഉത്സവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്കൊക്കെ ഇത് അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.